Hello friends, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ വിഭവമാണ് മുട്ട ബജ്ജി. നമ്മൾ ഈ തട്ടുകടയിലൊക്കെ പോകുമ്പോഴത്തേക്കും ചായയുടെ ഒക്കെ കൂടെ കഴിക്കണം ഒരു 4 മണി പലഹാരം. അത് തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ടൈപ്പ് സാധാരണ അല്ല. ഇതിൻ്റെ അകത്ത് കുറച്ച് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് കുറച്ച് അടിപൊളി വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്യണത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം അല്ലേ. മുട്ട ബജ്ജി വറുക്കാനുള്ള ബാറ്റർ റെഡിയാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു 3/4 കപ്പോളം കടലപ്പൊടിയാണ് നമ്മൾ ഇടുന്നത്. ബേസിൻ ഫ്ലോർ. അടുത്ത് നമ്മൾ ഇടുന്ന 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യണത്. ഞാനിവിടെ ആഡ് ചെയ്യണത് കാശ്മീരിയാണ്. നിങ്ങളെ എരിവ് നോക്കിയിട്ട് വേണം ബാക്കി മുളക് പൊടി എങ്ങനെയാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാനായിട്ട്. അടുത്ത നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ അകത്തേക്ക് ജീരകമാണ്. ഞാൻ കണ്ടിട്ടുണ്ട് വേറെ ആൾക്കാർ ജീരകം അല്ലാണ്ട് അജ്വൈൻ ആഡ് ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. സാജീരകം ഇതൊക്കെ നമ്മുടെ ചോയ്സാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഞാൻ ആഡ് ചെയ്യുന്നത് ഉപ്പാണ്. ആവശ്യത്തിന് നിങ്ങൾക്ക് എന്തോരം വേണമെന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ നമ്മുടെ ചോയ്സാണ്, എന്തോരം വേണമെന്ന് നോക്കിയിടുക. എനിക്കിപ്പോൾ ആഡ് ചെയ്യണത് ഒരു 1/2 ടീസ്പൂണാണ്. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ പോകണം. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക വെള്ളം. തീരെ ലംസ് ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ അത്യാവശ്യം കട്ടിയിലാണ് മിക്സ് ചെയ്തേക്കണം. നല്ല ഡ്രിപ്പിംഗ് കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ചെയ്യുന്നത്. മുട്ട ബജ്ജിയുടെ ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് ചൂടാക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ എണ്ണ ഒഴിച്ചെടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾ ഓയിലാണ്. 4 മുട്ടയുടെ ഉണ്ണിയല്ല, അപ്പൊ അധികമൊന്നും ഇല്ല. അപ്പൊ എനിക്ക് ജസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഇതിപ്പോ ജസ്റ്റ് എനിക്ക് തോന്നുന്ന 1/4 ടീസ്പൂണൊക്കെ ഉള്ളു എണ്ണ. അടുത്ത ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണത് സവാളയാണ്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന സവാള ഞാൻ അതിനകത്ത് ഇട്ട് കൊടുക്കാൻ പോണത്. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി, ഇതിന് കളറൊന്നും മാറണ്ട. അടുത്തത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണത് പച്ചമുളകാണ്. ഒരു പകുതി പച്ചമുളക് ഫൈൻ ചോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. നിങ്ങൾക്ക് എരിവ് ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതൽ ഉപയോഗിക്കാം. പച്ചമുളക് ഇട്ട് നല്ലോണം നമുക്ക് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ അടുത്ത് തന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിപ്പോ ഞാൻ 1 അല്ലി കറിവേപ്പില, എനിക്ക് കറിവേപ്പില നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ 1 അല്ലി കറിവേപ്പില ഫൈൻ ചോപ്പ് ചെയ്ത് വെച്ചേക്കാണ്, ഷ്രെഡ് ചെയ്ത് വെച്ചേക്കാണ്. സവാള ആവശ്യത്തിന് വാടിയിട്ടുണ്ട്. പച്ചമുളകിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ മാറി. കറിവേപ്പില ഞാൻ ജസ്റ്റ് ഇട്ടേ ഉള്ളൂ. ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ തീ മാക്സിമം ലോയിലാണ് വെച്ചേക്കണത്. എന്നിട്ട് ഞാൻ നമ്മുടെ മുട്ടയുടെ ഉണ്ണി ഉണ്ടല്ലോ, മുട്ടയുടെ ഉണ്ണി ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണേ, ഈ ഫില്ലിങ്ങിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണേ. എന്നിട്ട് മുട്ടയുടെ ഉണ്ണി ഉടച്ച് ഈ ഫില്ലിങ്ങിൻ്റെ ഒപ്പം യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഉണ്ണിയും നമ്മുടെ ഫില്ലിങ്ങിൻ്റെ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നല്ല രീതിക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ റേഞ്ചിനെ ഫുള്ളായിട്ട് ഓഫ് ചെയ്ത് ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പിടാം. എനിക്കിപ്പോൾ ഉപ്പിടണമെന്ന് തോന്നല. പിന്നെ അതല്ലാണ്ട് എനിക്ക് ഒരു റോ ഫ്ലേവറിനെ കുറച്ചും കൂടി ഇഷ്ടം. കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. നമുക്കിനി ഈ ഫില്ലിങ് മുട്ടയിലേക്ക് തിരിച്ചു കയറ്റാം.
മുട്ട പകുതിയാക്കി മുറിച്ചേക്കണാണ്. ഇതിൻ്റെ അകത്തു നിന്നാണ് ഞാൻ ഉണ്ണി എടുത്തത്. ഞാൻ തിരിച്ച് ഈ ഉണ്ണി ഇതിലേക്ക് കയറ്റാൻ പോകണേ. ബോയിൽഡ് എഗ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു 10 മിനിറ്റ് നേരം തിളച്ച വെള്ളത്തിൽ മുട്ടയിട്ട് പുഴുങ്ങിയെടുത്തതാണ്. ഒന്ന് നല്ലോണം അമക്കി കൊടുക്കുക. ജസ്റ്റ് ആ ഫില്ലിങ് അതിൻ്റെ അകത്ത് നിറഞ്ഞു വെക്കാനായിട്ട്. ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള മുട്ട എല്ലാം ഫില്ല് ചെയ്യാം. നമ്മുടെ മുട്ട ഇവിടെ ഫില്ല് ചെയ്ത് വെച്ചേക്കാണ് നമ്മളേക്ക് കാണുന്നത്. ഇനി നമുക്ക് അടുത്തത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാനിൽ എണ്ണ വറുക്കാൻ പാകത്തിന്, അതായത് മുട്ട മുങ്ങി വറുക്കാൻ, ഡീപ്പ് ഫ്രൈ ചെയ്യാനായിട്ട് മുക്കി വറുക്കാൻ പറ്റുന്ന പാകത്തിന് നമുക്ക് എണ്ണ ഒഴിച്ച് നോക്കാം. നമ്മുടെ ബാറ്ററിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നതാണ്. വേറെ ഒന്നുമല്ല ഞാൻ ഇപ്പം ഇടണത്. ഇപ്പം ഇടുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലേവർ കുറച്ച് എൻഹാൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ വറുക്കണതിന് ജസ്റ്റ് മുമ്പാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാൻ വെച്ചിരുന്ന എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഞാൻ മീഡിയം ഹീറ്റിൽ ഒരു 5 മിനിറ്റോളം എണ്ണ നല്ല രീതിക്ക് ചൂടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ബാറ്ററിലേക്ക് മുട്ട ഇട്ടിട്ട് എണ്ണയിൽ മുക്കി വറുക്കാൻ പോണേണ്. നല്ലോണം കോട്ട് ചെയ്യണ അവസ്ഥ കൺസിസ്റ്റൻസിയിലായിരിക്കണം. മുട്ട നല്ലോണം കോട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കണത്. ഇനി ഞാൻ എണ്ണയിലേക്കാണ് പോണത്. സൂക്ഷിക്കാൻ, നിങ്ങൾ ഉണ്ടാക്കുന്ന ബാറ്ററിന് കട്ടി കുറവോ കൂടുതലോ എന്തെങ്കിലും ആണെങ്കിൽ അതിനനുസരിച്ച് പൊടിയോ വെള്ളമോ എന്താ വെച്ചാൽ ആഡ് ചെയ്യണം. ഇത് ജസ്റ്റ് നമുക്ക് ഇതിന്റെ കളർ മാത്രം നോക്കിയാൽ മതി. കാരണം വേറെ ഒന്നുമല്ല, നമ്മളിത് മുട്ട വേവിച്ച മുട്ടയാണ്. ഇതിൻ്റെ അകത്ത് ഇനി കുക്കാകാനായിട്ട് തന്നെ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് ഇതിന്റെ മാവൊന്ന് കുക്കായി കഴിഞ്ഞാൽ അതിന്റെ കളറൊന്ന് നല്ല രീതിക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എടുക്കാം.
സോ നമ്മൾ ഇട്ടിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ടാവില്ല. അതിനുള്ളിൽ തന്നെ എൻ്റെ ഇവിടെ ആയിട്ടുണ്ട്. കാരണം ഞാൻ മീഡിയം ഹീറ്റിൽ വെച്ച് എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ടെങ്കിൽ മീഡിയം ഹീറ്റിലായിരുന്നു നമ്മൾ കുക്ക് ചെയ്തത്. പക്ഷെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വറുക്കണ സമയത്ത് ഇടക്കിടക്ക് പൊങ്ങി വന്ന ഈ തരികളുണ്ടല്ലോ, തരികളൊക്കെ എടുത്ത് കളയുക. കാരണം വെച്ചാൽ നമുക്ക് എണ്ണ അത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോകും. സോ ഞാനിവിടെ ആയതെടുത്ത് മാറ്റണതാണ്. സോ ഇവിടെ നമുക്ക് കാണാം നമ്മുടെ മുട്ട ബജി റെഡി ആയിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, നമ്മുടെ എഗ് ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും.